അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 തിങ്കളാഴ്ച. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. യൂണിറ്റിന് 10 രൂപ വരെ നിരക്കിൽ പരമാവധി 250 മെഗാവാട്ട് വരെ വാങ്ങാം. മെയ് 15 വരെയാണ് സമയപരിധി. കടുത്ത ചൂട് മൂലം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കിയ വിരുന്നിനിടെ വെടിവയ്പ് നടത്തിയയാൾ പിടിയിൽ. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകർക്കൊരുക്കിയ വിരുന്നിനിടെയാണ് വെടിവയ്പുണ്ടായത്. കുതിച്ചെത്തിയ അംഗരക്ഷകർ ട്രംപിനെയും പത്നി മെലാനിയെയും വേദിയിൽ നിന്ന് മാറ്റി. പ്രാണരക്ഷാർത്ഥം പലരും മേശയ്ക്കടിയിൽ ഒളിച്ചു. ഒരു സുരക്ഷാ സൈനികനെ വെടിയേറ്റെങ്കിലും അപായമില്ല. ഉടനെ അക്രമിയെ കീഴ്പ്പെടുത്തി. ഇതേ ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങിയാണ് ഇയാൾ ആക്രമണം നടത്തിയത്. അയാളിൽ നിന്ന് തോക്കുകളും കത്തികളും പിടിച്ചെടുത്തു. ആക്രമണ ദൃശ്യങ്ങൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടു. പാമ്പ് കടിയേറ്റ് 2 മരണം കൂടി. ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിയാണ് മരിച്ചത്. വീടിന് സമീപത്ത് പാമ്പ് കടിയേറ്റ വിശാലാക്ഷിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്ത് വീട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റ മുതുകുടയിലെ നബീസ മരിച്ചിരുന്നു. ഇന്നലെ സംസ്ഥാനത്ത് 5 പേർക്ക് പാമ്പ് കടിയേറ്റു. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി മുരണി സ്വദേശി രതീഷിനെ പാമ്പ് കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 12 പേർക്ക് സൂര്യാതപമേറ്റു. പാലക്കാട് ഒറ്റപ്പാലത്തും ലക്കിടിയിലുമായി 2 പേർക്ക് സൂര്യാതപമേറ്റു. ലക്കിടി കൂട്ടുപാതയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ജയൻ, ഒറ്റപ്പാലം സ്വദേശി ജയശ്രീ എന്നിവർക്കാണ് സൂര്യാതപമേറ്റത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. കൊല്ലത്ത് യുവാവിന് സൂര്യാതപമേറ്റു. കൊട്ടിയം സ്വദേശി നിഹാൽ നജീബിന്റെ കൈക്കാണ് പൊള്ളലേറ്റത്. തൃശൂർ പൂരത്തിന് ജനസാഗരം. രാവിലെ ഘടകപൂരങ്ങൾ എത്തിയതോടെ വടക്കുന്നാഥന്റെ തട്ടകത്തിൽ ജനം നിറഞ്ഞു. വാദ്യമേളങ്ങളോടെ ആനപ്പുറങ്ങളിൽ ദേവകൾ എഴുന്നള്ളി. മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും മേളക്കമ്പക്കാരെ താളം തുള്ളിച്ചു. കുടമാറ്റം ലളിതമാക്കി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂരം സമാപിക്കും. വെടിക്കെട്ടുപുര ദുരന്ത സാഹചര്യത്തിൽ ആർഭാടമില്ലാതെ പൂരം നടത്താനായിരുന്നു തീരുമാനം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 16ആയി. അതേസമയം ദുരന്തത്തിൽ കാണാതായ 4 പേരും മരിച്ചതായി പരിഗണിച്ചാൽ മരണസംഖ്യ 20 ആകും. മുണ്ടത്തിക്കോട് ദുരന്ത സ്ഥലം നാളെ സന്ദർശിക്കുമെന്ന് വെടിക്കെട്ട് ദുരന്ത ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ. ആദ്യം പരിക്കേറ്റവരെ കാണുമെന്നും തുടർന്ന് അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിക്കെട്ട് അപകടരഹിതമായി ഉപയോഗിക്കണം, അതിനുള്ള ചിട്ടകൾ രൂപപ്പെടുത്തുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായി ഡിജിറ്റൽ രീതിയിൽ നടത്തും. ആദ്യഘട്ടമായി ഹൌസ് ലിസ്റ്റിംഗും ഹൌസിംഗ് സെൻസസും ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ ആരംഭിക്കും. 2ാം ഘട്ടമായി ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി എന്യൂമറേറ്റർ മൊബൈൽ ആപ്പിലൂടെ വിവരശേഖരണം നടത്തും. വിരമിച്ച 3 വർഷമായിട്ടും സ്വകാര്യ വാഹനത്തിൽ നിയമവിരുദ്ധമായി DGPയുടെ ഔദ്യോഗിക ചിഹ്നമായ സ്റ്റാർ ബോർഡ് പതിപ്പിച്ച് യാത്ര ചെയ്ത മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ കേസ്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന്റെ ഉത്തരവനുസരിച്ചാണ് കേസ്. പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിനെ അധിക്ഷേപിച്ച് മുദ്രാവാക്യം വിളിക്കുകയും അക്രമാസക്തമാകുകയും ചെയ്ത കേസിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് DGP R ശ്രീലേഖ ഉൾപ്പെടെ 20 പേർക്ക് നോട്ടീസ് നൽകി. സ്മാർട്ട് എന്ന സ്മാർട്ട് കെണി ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വ്യാപാരികളെ ചൂഷണം ചെയ്യുന്നുവെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ദേശീയ സെക്രട്ടറിയുമായ SS മനോജ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ അധ്യാപകർ വിട്ടുനിന്നു. അടുത്ത ദിവസം മുതൽ ക്യാമ്പുകളിൽ റിപ്പോർട്ട് ചെയ്യാത്ത അധ്യാപകർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യത. വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന പെരുന്നാളിന് വെടിക്കെട്ട് വേണ്ടെന്ന് ഇടവക ഭരണസമിതി അറിയിച്ചു. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ ആഹ്വാനം കണക്കിലെടുത്താണ് വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബിജെപിയിൽ ചേർന്ന 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന് ആം ആദ്മി പാർട്ടി അപേക്ഷ നൽകി. പാർട്ടിയുടെ മുതിർന്ന നേതാവും എംപിയുമായ സഞ്ജയ് സിംഗാണ് ഞായറാഴ്ച കത്ത് കൈമാറിയത്. ബംഗാളിൽ കാട്ടുനീതിയാണെന്നും ബിജെപി അധികാരത്തിലെത്തിയാൽ കുറ്റവാളികളെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളാണ് കൂടുതൽ കഷ്ടപ്പെടുന്നതെന്നും മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ പശ്ചിമബംഗാളിൽ വ്യാപക അക്രമം. ബിജെപി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പലയിടങ്ങളിലും ഏറ്റുമുട്ടി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വിസ് എയർ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചതിനെ തുടർന്ന് എമർജൻസി എക്സിറ്റിനിടെ 6 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെ ഡൽഹിയിൽ നിന്ന് സൂറച്ചിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്വിസ് എയർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിനായി വേഗത കൂട്ടുന്നതിനിടെ വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകരാറിലായി തീപിടിക്കുകയായിരുന്നു. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതിയും പത്മശ്രീ ജേതാവുമായ പ്രശസ്ത ഫോട്ടോഗ്രാഫർ രഘുറായ് അന്തരിച്ചു. ക്യാൻസറിനെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. 1984-ലെ ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിനു മുന്നിലെത്തിച്ച അജ്ഞാതനായ കുട്ടിയുടെ ശവസംസ്കാരം എന്ന ചിത്രം രാജ്യാന്തര പ്രശസ്തമായിരുന്നു. തന്നെ വധിക്കാൻ ശ്രമിച്ചത് അതീവ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി ആയുധങ്ങൾ അക്രമി കൈവശം വെച്ചിരുന്നു. 50 വാര അകലെ നിന്നാണ് അക്രമി വേദിയിലേക്ക് കുതിച്ചത്. ആദ്യ വെടിയൊച്ച കേട്ടപ്പോൾ തളിക വീണതാണെന്നാണ് താൻ കരുതിയത്. എന്നാൽ സുരക്ഷാസേന മിന്നൽ വേഗത്തിൽ പ്രവർത്തിച്ചു. അക്രമിയുടെ പിന്നിൽ മറ്റ് ശക്തികളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെയാണ് വധശ്രമം ഉണ്ടാകാറുള്ളതെന്നും ട്രംപ് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിരുന്നിനിടെ വെടിയുതിർത്ത 31-കാരൻ കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള കോൾ തോമസ് അലനാണെന്ന് പോലീസ്. മെക്കാനിക്കൽ എഞ്ചിനീയറും കമ്പ്യൂട്ടർ വിദഗ്ധനുമായ ഇയാൾ ടോറൻസിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനാണ്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. ഹിൽട്ടൺ ഹോട്ടലിൽ US പ്രസിഡന്റ് ട്രംപ് പങ്കെടുത്ത വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അത്താഴ വിരുന്നിനിടെ വെടിവയ്പുണ്ടായതോടെ അതിഥികൾ വിലയേറിയ മദ്യക്കുപ്പികൾ കൈക്കലാക്കി സ്ഥലം വിട്ടു. പലരും മദ്യക്കുപ്പികൾ അടിച്ചുമാറ്റുന്ന വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇറാനിലുള്ള തകർന്ന വിശ്വാസം വീണ്ടെടുക്കാൻ ദീർഘകാലം വേണ്ടിവരുമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയപടിയാക്കാൻ എളുപ്പമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ. മേഖലയിലെ US താവളങ്ങൾക്കും സൈനികോപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷക്കണക്കിന് ഡോളർ ചെലവാകുമെന്നും ഉന്നത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ.
ആണവ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്നും ഹോർമുസിന്റെ നിയന്ത്രണം മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന ഉപാധി പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മോജ്തബ ഖമേനിയുടെ ചിത്രങ്ങൾ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടു. മഷാദിൽ നടന്ന ചടങ്ങിൽ അധികൃതർ അനാവരണം ചെയ്ത ചുവർ ചിത്രത്തിൽ യുഎസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പ്രമുഖർക്കൊപ്പമാണ് മോജ്തബയുടെയും ചിത്രം. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത അദ്ദേഹവും കൊല്ലപ്പെട്ടോ എന്നാണ് സംശയം. മാലിയിൽ സൈനിക ഭരണകൂടത്തിലെ പ്രതിരോധ മന്ത്രി സാദിയോ കാമറ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ ബമാക്കോയ്ക്ക് സമീപമുള്ള കിറ്റയിലെ വീടിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ രണ്ടാം ഭാര്യയും 2 പേരക്കുട്ടികളും മരിച്ചു. 10% ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് മെറ്റ. 8000 പേരെ പിരിച്ചുവിടുമെന്ന് ചീഫ് പീപ്പിൾ ഓഫീസർ ജാനൽ ഗെയിൽ ജീവനക്കാർക്കയച്ച ഇന്റേണൽ മെമ്മോയിലാണ് അറിയിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന സാഹചര്യത്തിലാണ് കൂട്ടപ്പിരിച്ചുവിടൽ. ടെക് ലോകത്തെ AI കീഴടക്കിയെന്ന് ഗൂഗിൾ പുറത്തിറക്കിയ റിപ്പോർട്ട്. കമ്പനിയിൽ സൃഷ്ടിക്കുന്ന പുതിയ കോഡിന്റെ 75% ഇപ്പോൾ AI സിസ്റ്റങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന് സിഇഒ സുന്ദർ പിച്ചൈ വെളിപ്പെടുത്തി. ആളോഹരി GDPയിൽ ഇന്ത്യയെ ബംഗ്ലാദേശ് പിറകിലാക്കുമെന്ന് IMF. ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് താഴുമെന്നും IMF റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസത്തോടെ ബംഗ്ലാദേശിന്റെ ആളോഹരി GDP $2,911 ഇന്ത്യയുടേത് $2,812 ആകുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയുടെ GDP വളരെ ഉയർന്നതാണെങ്കിലും ജനസംഖ്യ കൂടുതലായതിനാലാണ് ആളോഹരി നിരക്കിൽ പിറകിലാകുന്നത്. സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മാലിയിലെ പ്രധാന നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും ഭീകരർ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത ഗുജറാത്ത് ടൈറ്റൻസിന് 8 വിക്കറ്റിന്റെ ജയം. ചെപ്പോക്കിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസെടുത്തു. 60 പന്തിൽ പുറത്താകാതെ 74 റൺസെടുത്ത നായകൻ ഋതുരാജ് ഗേക്വാദ് മാത്രമാണ് ചെന്നൈക്കായി പൊരുതിയത്. മലയാളി താരം സഞ്ജു സാംസൺ 15 പന്തിൽ 11 റൺസെടുത്ത് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് 16.4 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 46 പന്തിൽ 87 റൺസ് നേടിയ തമിഴ്നാട്ടുകാരനായ സായ് സുദർശനാണ് ഗുജറാത്തിനെ വിജയത്തിലേക്ക് നയിച്ചത്. IPLലെ മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ സൂപ്പർ ഓവറിൽ ജയം. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത ഓവറിൽ 155 റൺസ് വീതമാണ് നേടിയത്. 51 പന്തിൽ 83 റൺസെടുത്ത റിങ്കു സിംഗിന്റെ മികവിലാണ് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസെടുത്തത്. മറുപടി ബാറ്റിംഗിൽ അവസാന പന്ത് 6 അടിച്ച് ഷമി ലക്നൌവിനെ ഒപ്പമെത്തിക്കുകയായിരുന്നു. 38 പന്തിൽ 42 റൺസെടുത്ത ഋഷഭ് പന്താണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.